ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു FIR ഇന്ന് സൈബർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 12/26 ആയി സൈബർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസ സമയത്ത് ഒരു ലോൺ ആപ്പിലൂടെ പണം കടമെടുത്തിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകൾ ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഫോൺ CDR അനാലിസിസിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ പറ്റുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ലോൺ എടുക്കുന്ന സമയത്ത് കോളേജിൽ തന്നെ മറ്റൊരു ടീച്ചറുടെ നമ്പർ ഈ ലോൺ കൊടുത്ത ഏജൻസിക്ക് ലഭിക്കുകയും ആ ടീച്ചറെയും ലോൺ ഡിഫോൾട്ട് ആവുന്ന സമയത്ത് ഡ്യൂ ആവുന്ന സമയത്ത് ഈ ലോൺ ഏജൻസി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10-ാം തീയതിയും അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള കോൾസ് ഈ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് വന്നതായിട്ട് നമ്മുടെ സൈബർ അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആയതിനെ തുടർന്നിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൂടെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. മറ്റു കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിന്റെ മധ്യയാണ് വിലയിരുത്താൻ വേണ്ടി. അതായത് നമുക്ക് കൂടുതലായിട്ടുള്ള പരിശോധനയിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കോണ്ടാക്ട്സ് ഓൾറെഡി പലപ്പോഴും ലോൺ ആപ്പ് കേസുകളിൽ 2 തരത്തിൽ സംഭവിക്കും. ഒന്നുകിൽ നമ്മളുടെ കോണ്ടാക്ട്സ് അവരുടെ കയ്യിലേക്ക് നമ്മൾ തന്നെ വോളണ്ടറിലി ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ആപ്പ് പെർമിഷൻസ് കൊടുക്കുന്ന സമയത്ത് ആക്സസ് ടു കോണ്ടാക്ട്സ് എന്ന രീതിയിലേക്ക് ഒരു പക്ഷേ കൊടുത്തുകയാണ്. പക്ഷെ ആയത് സൈബർ അനാലിസിസിലൂടെ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റൂ. ലോൺ ആപ്പിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ പെർമിഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തോ പലപ്പോഴും നമ്മളുടെ മൊബൈൽ കോണ്ടാക്ട്സ് ഒക്കെ എല്ലാം തന്നെ ഈ ലോൺ ഏജൻസിക്ക് ലഭിക്കാറുണ്ട്. പല ലോൺ ആപ്പ് കേസുകൾ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോണ്ടാക്ട്സിലേക്ക് പലപ്പോഴും ഈ ലോൺ ആപ്പിന്റെ ആൾക്കാർ ഫോൺ ചെയ്ത് ഹറാസ് ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഇതിലൊരു അധ്യാപികയുടെ മൊബൈൽ ഫോണിലേക്ക് വന്ന മെസ്സേജ് പോലീസ് ഈ വിഷയത്തിലേക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് 10-ാം തീയതി ഒരുപാട് കോളുകൾ അധ്യാപികയ്ക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണിലേക്കും അത്തരത്തിലുള്ള കോളുകൾ പല കാലങ്ങളായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആയത് ഉടനെ തിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും കൂടെ ഈ വിദ്യാർത്ഥി ഒരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളതാണ് ആ ചാറ്റുമായി ബന്ധപ്പെട്ടിട്ട് പ്രഥമ ദൃഷ്ട്യാ നമ്മൾ മനസ്സിലാക്കുന്നത്. ആയത് കൂടുതൽ അന്വേഷണത്തിൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ആ കേസ്. പ്രൊമൈസസുമായി ബന്ധപ്പെട്ടിട്ടോ റാഗിങ്ങിന്റെ അലിഗേഷൻസ് ഇപ്പൊ അതിൽ